ഇരുവരും മുന്നിലിരിക്കുന്ന പീഠത്തിലെ വെറ്റിലയിലെ മഷി പുരട്ടിയ ഭാഗത്തേക്ക് പ്രാർത്ഥനയോട് നോക്കുക. എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ പറയുന്ന വ്യക്തിയുടെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ഒന്ന് നോക്കട്ടെ. ദാ. തുറന്നു പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം അവസാനിച്ചതായിട്ടാ കാണുന്നത്. മനസ്സിലായില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. അവർ ഒരു വർഷക്കാലം ആത്മാവായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. മോളെ, ഇതൊന്നും ഉൾക്കൊള്ളാൻ എനിക്കാവില്ല. ഇതൊന്നും വിശ്വസിക്കാൻ എനിക്കാവില്ല. മോൾ, വിഷ്ണുവേട്ടൻ ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജീവിച്ചിരിപ്പുണ്ട്. അതെനിക്ക് ഉറപ്പാ. ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നോളാം. മോളെ മോളെ, ശാലിനി. നമ്മൾ രണ്ട് രീതിയിൽ ആളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി, പക്ഷെ വിജയിച്ചില്ല. ആരൂഢം മറഞ്ഞാൽ പിന്നെ പ്രശ്നം നോക്കാറില്ല. അതുപോലെ തന്നെയാ ഇതും. അതുകൊണ്ടാ ഞാൻ ജാതകം വാങ്ങി നോക്കിയതും. എന്റെ നിഗമനം ഇന്നുവരെ തെറ്റിയിട്ടില്ല. പിന്നെ എല്ലാം വിശ്വാസമല്ലേ, അതിനെ അതിൻ്റെതായ വഴിക്ക് വിട്ടേക്ക്. എന്നിട്ട് അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. കുറച്ചു നാളായി വിഷ്ണുവിനെ കാണാത്തതിന്റെ മാനസിക ബുദ്ധിമുട്ടിലിരിക്കുക ഞങ്ങള്. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം ഞാൻ കണക്കുകൾ നോക്കിയാ പറഞ്ഞത്. എന്റെ കണക്കുകൾ ഇതുവരെ തെറ്റിയിട്ടുമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ജാതകക്കാരനെ എവിടെ നോക്കിയാലും കാണില്ല. കാരണം അയാൾ ഈ ഭൂമിയിലില്ല. നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. അവർ ഒരു വർഷക്കാലം ആത്മാവായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു.